ശമ്പള പരിഷ്കരണത്തിൽ വീട്ടുവാടക അലവൻസിൽ വലിയ വർധന വരാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. HR വളരെ വലിയ തോതിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ വീട്ടുവാടക അലവൻസിൽ കാര്യമായ വർധനവുണ്ടാകാനാണ് സാധ്യത. അടിസ്ഥാന ശമ്പളവുമായി HR അല്ലെങ്കിൽ ഹൗസ് റെന്റ് അലവൻസ് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ശമ്പള പരിഷ്കരണത്തിൽ പരിഗണിക്കുന്ന ഫിറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു അലവൻസ് ഫാക്ടർ ഉണ്ട് ഇതിനകത്ത്. അതായത് കഴിഞ്ഞ ശമ്പള പരിഷ്കരണവും ഇപ്പോഴത്തെ പുതിയ ശമ്പള പരിഷ്കരണവും തമ്മിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്ന ഒരു ഫിറ്റ്മെന്റ് ഫാക്ടർ ഉണ്ട്. അത് ഏത് വർധനവും ജീവനക്കാരുടെ മാസ വരുമാനത്തിൽ കാര്യമായ മാറ്റമുണ്ടാക്കും. മെട്രോ നഗരങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അധിക നേട്ടമുണ്ടാക്കും. അടിസ്ഥാന ശമ്പളവും HR തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ അത് പൊരുത്തപ്പെട്ടിരിക്കുന്നു നമുക്ക് നോക്കാം. അടിസ്ഥാന ശമ്പളത്തിൽ നിശ്ചിത ശതമാനമാണ് HR കണക്കാക്കുന്നത്. അതിനാൽ പുതിയ ശമ്പള കമ്മീഷൻ ശുപാർശകൾ പ്രകാരം അടിസ്ഥാന ശമ്പളം കൂടുമ്പോൾ HR മാറ്റം വരുത്തിയില്ലെങ്കിൽ പോലും ജീവനക്കാർക്ക് ദഹിക്കുന്ന തുകയിൽ വലിയ വർധനമുണ്ടാകും. അടിസ്ഥാന ശമ്പളം ഉയരുന്നതോടെ അതിനെ ആശ്രയിച്ചിരിക്കുന്ന അലവൻസുകളും വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അടിസ്ഥാന ശമ്പളം പുനർനിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ. ഇത് എത്രത്തോളം ഉയരുന്നുവോ അത്രത്തോളം HR വർദ്ധിക്കും. HR മെട്രോ നഗരത്തിൽ 30% HR വരുന്നത് അടിസ്ഥാന ശമ്പളത്തിൻ്റെ. X കാറ്റഗറി എന്ന് പറയാം. Y കാറ്റഗറിയിൽ ഒരു 20%, Z കാറ്റഗറിയിൽ 10%. അതായത് സാധാരണ ഗ്രാമങ്ങളിൽ കുറച്ചുകൂടെ സെമി അർബൻ ആയിട്ടുള്ളത്, പിന്നെ അർബൻ, ഇങ്ങനെയാണ് പോകുന്നത്. 2.57 എന്ന ഫിറ്റ്മെന്റ് ഫാക്ടറാണ് ജീവനക്കാരുടെ യൂണിയനുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ 2 മുതൽ 2.5 വരെയുള്ള വിവിധ നിരക്കുകൾ പരിഗണനയിലുണ്ട്. 2 ഫിറ്റ്മെന്റ് നിരക്കെങ്കിൽ പുതുക്കിയ അടിസ്ഥാന ശമ്പളം, ഇപ്പോഴത്തെ അടിസ്ഥാന ശമ്പളം 18,000 രൂപയാണ് ഏറ്റവും ബേസ്. പക്ഷേ പുതുക്കിയ അടിസ്ഥാന ശമ്പളം 36,000 രൂപയാകും. അങ്ങനെയാണെങ്കിൽ 10,800 രൂപ HR കിട്ടും. നല്ലൊരു തുക HR കിട്ടും. അതേസമയം 2.28 ഫിറ്റ്മെന്റ് അലവൻസ് എങ്കിൽ 41,040 രൂപയാണ് അടിസ്ഥാന ശമ്പളം. 12,310 രൂപ HR കിട്ടും. അതേസമയം 2.57 പിന്നെ ഫിറ്റ്മെന്റ് അലവൻസ് വെക്കുന്നതെങ്കിൽ, അതായത് ജീവനക്കാർ ആവശ്യപ്പെടുന്ന അതേ തുക ഫിറ്റ്മെന്റ് അലവൻസ് വെച്ചാൽ 46,260 രൂപ അടിസ്ഥാന ശമ്പളമാകും. അങ്ങനെയാണെങ്കിൽ 13,880 രൂപ അവർക്ക് HR കിട്ടും. 2.57 ഫിറ്റ്മെന്റ് ഫാക്ടർ Y വിഭാഗ നഗരങ്ങളിൽ 9,250, Z വിഭാഗത്തിൽ 4,630 രൂപ ഫിറ്റ്മെന്റ് പിന്നെ HR കിട്ടും. 8ാം ധനകാര്യ ശമ്പള കമ്മീഷന്റെ അന്തിമ റിപ്പോർട്ടും സർക്കാർ തീരുമാനം പുറത്തു വരുമ്പോൾ മാത്രമാണ് ഇത് എത്രയെന്ന് നമുക്ക് അറിയാൻ കഴിയുക. എന്നിരുന്നാലും അടിസ്ഥാന ശമ്പളം വർദ്ധിക്കുന്നതോടെ HR ഉൾപ്പെടെ മറ്റ് ആനുകൂല്യങ്ങളും കാര്യമായ വർധനവ് നമുക്ക് പ്രതീക്ഷിക്കാം. ജീവനക്കാരുടെ കയ്യിൽ കിട്ടുന്ന തുകയിലും വിരമിക്കൽ ആനുകൂല്യങ്ങളിലും വലിയ വ്യത്യാസമാണ് വരാൻ പോകുന്നത്. എന്തായാലും 8ാം ധനകാര്യ ശമ്പള പരിഷ്കരണ കമ്മീഷൻ കേന്ദ്രത്തിൽ വലിയ വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. 10 വർഷത്തിലൊരിക്കലാണ് ശമ്പള പരിഷ്കരണം നടക്കുന്നത്. കേരളത്തിൽ 5 വർഷത്തിലൊരിക്കലാണ്. കേന്ദ്രത്തിലെ 10 വർഷത്തിലൊരിക്കലുള്ളത് 5 വർഷത്തിലൊരിക്കലാക്കണമെന്ന് ഒരു ചർച്ച വരുന്നു. കേരളത്തിൽ 5 വർഷം എന്നുള്ളത് 10 വർഷത്തിലൊരിക്കലാക്കണമെന്ന് ധവളപത്രം പുറപ്പെടുവിച്ച അത് തയ്യാറാക്കിയ ഡോക്ടർ കെ എം ചന്ദ്രശേഖരൻ കമ്മിറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. എന്തായാലും HR കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ടാകും. അതുണ്ടാകുന്നത് ഫിറ്റ്മെന്റ് അലവൻസുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ കണക്കുകൾ ഉദ്യോഗസ്ഥർ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. നാളെ ഇത് വന്നതിന് ശേഷം എനിക്ക് കിട്ടിയില്ല എന്ന് അറിയണ്ട. 3 കാറ്റഗറിയാണ്: 30%, 20%, 10%. 10% ആണെങ്കിൽ നിങ്ങൾ റൂറൽ അതുമായി ബന്ധപ്പെട്ട ഏരിയയിൽ താമസിക്കുന്നവർക്കും, ഒരു സെമി അർബൻ 20%, അർബൻ ആണെങ്കിൽ 30%. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. നമുക്ക് വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ, വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കാൽക്കുലേഷനും ഡിമാൻഡും അറിയാൻ കഴിയും.